ഒരുപാട് ആൾക്കാരുള്ള ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എന്നെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയത് ഈ ഒരു ചെറിയ കൊച്ചാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അവിടുത്തെ ഡാഡിയും മമ്മിയും ചേട്ടനും ചേച്ചിയും ഒക്കെ അമേസിംഗ് ആണ്. പക്ഷെ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻറ്റയർലി ഒരു ന്യൂ പേഴ്സൺ ആയ എന്നോട് അവള് കാണിച്ചൊരു സ്നേഹവും കരുതലും ഒക്കെ ഭയങ്കര അമേസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് മാത്രമല്ല എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമോ സങ്കടമോ അല്ലെങ്കിൽ എന്റെ മുഖം ഒന്ന് വാടിയിരിക്കുകയാണെങ്കിൽ തന്നെ അത് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ ആ വിഷമം അവളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നോടും വരെ എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവൾ എന്റെ പുറകെ നടക്കുമായിരുന്നു. ഇത്രയും ചെറിയൊരു കൊച്ചിന് അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളെ ഇത്രയും ഡീപ്പായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം ശരിക്കും എനിക്ക് ഇപ്പോഴും ഒരു വണ്ടറാണ്. എന്റെ ലൈഫിൽ എന്നെ ആദ്യമായിട്ട് ആന്റി എന്ന് വിളിച്ച ഒരാളും കൂടെ ആട്ടോ എന്റെ കുഞ്ഞിക്കുക്കു. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്താ ഗിഫ്റ്റ് തരണ്ടേന്ന് ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് അവസാനം അവള് തന്നെ വരച്ചൊരു ഡ്രോയിങ് ഒരു ബലൂണിലാക്കി അത് വീർപ്പിച്ച് എനിക്ക് തരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ എനിക്ക് വേണ്ടി അവൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അവളെ കൊണ്ട് എത്രത്തോളം സ്പെഷ്യൽ ആക്കാൻ പറ്റുമോ അത്രയ്ക്ക് സ്പെഷ്യൽ ആക്കിയിട്ടാണ് അവൾ എനിക്ക് പ്രസന്റ് ചെയ്യുന്നത്. നാട്ടിൽ വന്ന് മോന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം ഞങ്ങൾക്കുണ്ട്, പറ്റാത്തോണ്ടാട്ടോ. എന്റെ കുഞ്ഞു കുക്കുവിന് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഞങ്ങൾക്ക് മോനെ ഇവിടെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.